Deep learning. Prerequisites Python, because ഡീപ്പ് ലേണിംഗിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. ദെൻ ഫണ്ടമെൻ്റൽ മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ്സിൽ ഫെമിലിയർ ആയിരിക്കണം. ദെൻ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ്. നമുക്കിനി ടോപ്പിക് ബ്രേക്ക് ഡൗൺ നോക്കാം. ഫസ്റ്റ് we'll look into artificial neural networks, then computer vision explore ചെയ്യും. Then convolutional neural networks, which are a kind of artificial neural networks. Then an algorithm called YOLO, or you only look once. Then finally natural language programming, or NLP. So day 1 topic, artificial neural networks. സോ ഈ ഒരു ഫിഗർ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചപ്പോൾ ഫെമിലിയർ ആയിരിക്കും ഓൾറെഡി. നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഇറ്റ്സ് വെൻ എ മെഷീൻ ഇമിറ്റേറ്റ്സ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ട്. മെഷീൻ ലേണിംഗ് വരുന്നത് അതിൻ്റെ ലേണിംഗ് കോമ്പണൻറ്റ്. മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് പാസ്റ്റ് ഡേറ്റ യൂസ് ചെയ്ത് മെഷീനെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് മെഷീൻ നമുക്കൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ തരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ടാണെങ്കിൽ ഒരു റോബോട്ട് ഒബ്സ്റ്റക്കിൾസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഡസ് ഇറ്റ് മൂവ് റൈറ്റ് ഓർ ഡസ് ഇറ്റ് മൂവ് ലെഫ്റ്റ് എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ അവിടെ ഒരു പ്രഡിക്ഷൻ വേണം. ആ പ്രഡിക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഓൾറെഡി മെഷീനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് പാർട്ട് ഓർ ദാറ്റ് കോമ്പണൻറ്റ് ഓഫ് ആൻ AI സിസ്റ്റം ഇസ് കോൾഡ് മെഷീൻ ലേണിംഗ്. ഓഫ് കോഴ്സ് ഒരു റോബോട്ട് ആകുമ്പോൾ വേറെ പല കോമ്പണൻസും വരും. അപ്പോൾ AI is the overall field and machine learning is the learning component. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ് ഫീൽഡാണ്. ലേണിംഗ് തന്നെ നമ്മൾ മെഷീനെ പഠിപ്പിക്കുന്നു, ബട്ട് വി ആർ യൂസിങ് എ വെരി സ്പെഷ്യൽ ടെക്നിക് കോൾഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്? നമ്മൾ നോക്കിയതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് ദാറ്റ് യൂസസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. So what are artificial neural networks? It is a machine learning algorithm that is a specialized architecture called neural networks. Neural networks എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആർക്കിടെക്ചർ ഓർ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താണ് ഇവിടെ നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതും പാറ്റേൺസ് പഠിച്ചെടുക്കുകയും പ്രഡിക്ഷൻസ് കൊണ്ടുവരുന്നതും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡീപ്പ് ലേണിംഗ്? സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓട്ടോമാറ്റിക് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. Then it can handle large data sets. Then deep learning can capture more complex patterns. ഇതെല്ലാം ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക്സിന് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഡേറ്റ കംസ് ഇൻ മെനി ഫോംസ്. ഇറ്റ് ക്യാൻ ബി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും എളുപ്പത്തിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നതും ഒരു പ്രീഡിഫൈൻഡ് ഫോർമാറ്റ് ഓർ സ്കീമ ഉള്ള ഡേറ്റ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേബിൾസ്, CSV ഫയൽസ്, എക്സൽ ഫയൽസ്, ഇതെല്ലാം ഒരു റോ കോളം ഫോർമാറ്റിലുള്ള ഡേറ്റ. ദെൻ വി ഹാവ് സെമി സ്ട്രക്ചർഡ് ഡേറ്റ. അതിനൊരു റിജിഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ലെങ്കിലും കുറച്ച് ഒരു പാറ്റേൺ ഉണ്ടാവും. ലൈക്ക് HTML ഫയൽസിൽ ടാഗ് ഉണ്ടാവും, അതേപോലെ XML ഫയൽസ്, JSON ഫയൽസ്. ദെൻ വി ഹാവ് അൺസ്ട്രക്ചർഡ് ഡേറ്റ. ഇതിൽ ഒരു പ്രീഡിഫൈൻഡ് സ്ട്രക്ചറോ ഓർഗനൈസേഷനോ ഉണ്ടാവില്ല. ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ. സ്ട്രക്ചർഡ് ഡേറ്റൻ്റെ എക്സാമ്പിളായ ഒരു ടേബിൾ, സെമി സ്ട്രക്ചർഡ് എക്സാമ്പിളിന് ഒരു HTML കോഡ്. ദെൻ വി ഹാവ് അൺസ്ട്രക്ചർഡ് ഡേറ്റയുടെ എക്സാമ്പിളായിട്ട് ഒരു പാരഗ്രാഫ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. സോ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർഡ് ഡേറ്റയാണ് ആസ് ഇൻപുട്ട്. സോ ഇത് റോ അൺസ്ട്രക്ചർഡ് ഡേറ്റയിൽ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽസിന് റോ അൺസ്ട്രക്ചർഡ് ഡേറ്റയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പാറ്റേൺസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള കഴിവില്ല. അത് കാരണം ഇങ്ങനത്തെ കോംപ്ലക്സ് അൺസ്ട്രക്ചർഡ് ഡേറ്റ വരുമ്പോൾ വളരെയധികം പ്രീ പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജാണ്. അപ്പം അൺസ്ട്രക്ചർഡ് ഡേറ്റയ്ക്ക് ഫീച്ചർ എക്സ്ട്രാക്ഷൻ വളരെ ക്രൂഷ്യലാണ്. ആൻഡ് ഡീപ്പ് ലേണിംഗ് മോഡൽസിന് ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ട്രെയിനിങ് സ്റ്റേജിൽ റോ അൺസ്ട്രക്ചർഡ് ഡേറ്റയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രീ പ്രോസസ്സിങ് ഒട്ടും ഇല്ലെന്നല്ല, ബട്ട് കമ്പയർ ടു ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽസ് വളരെ മിനിമൽ.